നീ ഖൈർ നൽകണേ അല്ലാ. സിഹറുമായി ബന്ധപ്പെട്ട ഒന്നിലും കൈകടത്തിപ്പോകണ്ട. സിഹർ ഹക്കാണ്, അൽ ഐനു ഹക്കുൻ, കണ്ണേർ ഹക്കാണ്, ഒക്കെ ഹക്കാണ്. അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളെയും ബേജാറാക്കാൻ സന്തോഷിപ്പിക്കുക അല്ലെ. ഒരു മരിച്ച വീട്ടിലേക്കെല്ലാം പോയെങ്കിൽ നമ്മളെ വിഷയം കേൾക്കുമ്പോ ഞങ്ങളെ ഫലക്കെ കൊസിയാവും. എന്നോടൊക്കെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചൊരത്ത് പോയിട്ട് നാല് കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിങ്ങ പോയിട്ട് എങ്ങനെ ഗാഡി തലയുടെ മേലിലെ ഭാഷായമാ എങ്ങനെ മോള് മരിച്ച ബേജാറിൽ കണ്ണോക്കിന് വന്നിട്ട് ഉമ്മാക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മംഗലം കഴിയാത്ത മോള് ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയി. വേറൊരു പെണ്ണുങ്ങ നാലിനെ വിട്ടിട്ട് വന്നിട്ട് കേക്കിനകത്തു തലയുടെ മേലിലെ ഭാഷായിടമ ഗാഡി. ഏത് ഈ ഉമ്മയിനെ മറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. അപ്പൊ വന്നിട്ട് കേൾക്കുന്ന ടയർ മേലിലെ വാസൈഡമാന്ന് സുറൂന്ന്. അങ്ങനെയല്ല, അതല്ല വേണ്ടത്. സന്തോഷിപ്പിക്കുന്ന വാക്ക് അല്ലേ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ മുണ്ടുമ്പോ നിക്ക് സുഖറുണ്ടാ ഈ വേറാൾക്ക് സുഖറുണ്ട് ചെല്ലിങ്ങോട്ട് കോസിയാവും. എങ്ങനെ പിന്നൊരുത്തക്ക് സീക്ക് വേണം നിക്ക സുഖറുണ്ട അല്ലെ. മക്ക കൊണ്ട് അങ്ങനെ ഓണ് പൈലെന്നാണ് പൈൽ ഓണി ബേജാറില്ല. ഓണ് പൈല് ഫൈലായെങ്കിലും മക്കളെല്ലാം അങ്ങനെ ചൊല്ലും. ഓണ് പൈലെന്നാണ് വലിയ ബിസിയാണ്. ഇതേപോലെ വയസ്സന്മാരങ്ങനെ ഇപ്പൊ അങ്ങനെ ഇതേ വിഷയം തിന്നുമ്പോ ഇത് സുഗർക്ക് നല്ല, ഇത് സുഗർക്ക് പെടക്ക് ചെല്ലിട്ടേ വരുന്ന സീക്ക് അല്ലെ. യാറ കണക്കിനെ കാട്ടി യാറ ഇങ്ങനെ ചെല്ലുകൊണ്ടിരിക്കുന്ന അത് നല്ല, ഇത് നല്ലത് വേണൽ തിന്നോണം ഉണ്ടാതിരിക്കണം അല്ലെ. എല്ലാ ഡയലോഗ് അത് നല്ല, ഇത് നല്ല, ഇത് പെടക്ക്. ഓന്തെയിൽ PhD ആക്കിയ പോലെ മുണ്ടും ആരാരും ചൊന്ന ബിസി എല്ലാം കേട്ടിട്ട് അല്ലെ. പിന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് കേരളത്തോട് പെണ്ണു മറിച്ചിട്ടേ പോയി എല്ലാം കൺട്രോൾ ആക്കി. കേരളത്തിൽ നോക്കിയിട്ടില്ലേ യൂട്യൂബെല്ലാം നോക്കിയിട്ട് തടിയെല്ലാം സെറ്റപ്പ് ആക്കാൻ പോയിട്ട് സെറ്റപ്പ് മണ്ണിൽ പോയിട്ട് കട്ടിൽ കിടന്നിട്ടുള്ള പ്രായത്തിൽ ഒരു തല വെച്ചില്ല ഇപ്പൊ അല്ലെ. തിന്നണുകയില്ല, അത്ര കൺട്രോൾ. ഏതുവാകട്ടെ സന്തോഷിപ്പി ആൾക്കാർക്ക് കൊസിയാക്കണം. പിന്നെ ഓരോരുത്തങ്ങനെ ചൊല്ല എന്ത് നേട്ടില്ല കൊസിയാക്കണം. പണ്ടത്തെ ഉത്തര അപ്പുറത്തെ പരന്റെ ആള് മരിച്ചു. അപ്പോ ഓന്റെ ഉമ്മാണ് മരിച്ചത്. അപ്പുറത്തെ ഭരണ്ടോ വന്നിട്ട് ചെല്ലി മറ്റേ ഭയങ്കര ബേജാറ്. മോണ് ഉമ്മ മരിച്ച ബേജാർ പുൾപുട്ടോണ്ട് കരഞ്ഞോണ്ടിരിക്കും. മോൻ വന്നിട്ട് ചെല്ലിയാല നീ ബേജാറാക്കണ്ട, നിന്റെ മാത്രം ഉമ്മല്ല മരിച്ചത് എന്റെ ഉമ്മ, ഞങ്ങളെല്ലാരും നീ ബേജാറാക്കണ്ട. ഓൻ സമാധാനല്ലായി. കുറെ നാള് പോയ പിന്നെ ഓന്റെ പെഞ്ഞായി മരിച്ചു. ആരെ ഓന്റെ പെഞ്ഞായി പെട്ടെന്ന് മരിച്ചു. അപ്പുറത്തോന്റെ പെഞ്ഞായി മരിച്ചിട്ട് ഓൻ പുൾപുട്ടോണ്ടുണ്ട്. അപ്പൊ ഓണ് ഓർമ്മയായി ഓനെ സമാധാനാക്കണല്ലേ. ഓൻ വെച്ചാൽ നീ ബേജാറാക്കണ്ട, നിന്റെ മാത്രം പെഞ്ഞയല്ല നല്ലീ പെഞ്ഞായി, നിന്റെ മാത്രം തിരിയ വൈഫല്ല എന്റെ വൈഫ്, നീ ബേജാറാക്കണ്ട ഇട്ട പോളി അപ്പളെ. ഏത് അപ്പൊ ചെല്ലുമ്പോ സമാധാനാക്കുമ്പോ ഒരു അന്തജ് നോക്കണം എന്ത് ചൊന്നോണ്ടുള്ള ഒരു അർത്ഥാക്കിട്ട് ഒട്രാസി അല്ലെ. ഇപ്പൊ എന്തെന്നില്ല ഓരോരുത്തർ ഉപകാരാക്കുന്ന അങ്ങനെ അല്ലെ. ഒരുത്തർ പോയോടെ ഇടറു ഉസ്താദ് ഇടറു നേട്ടുണ്ടല്ലോ ആട്ട ഷാറിന്റെ ഉസ്താദിന്റെ മേൽക്കേതു ബഹുമാൻ ഇടറു ഇട്ടിട്ട ലാസ്റ്റോ മേക്കേട്ടു ഉസ്താദിന്റെ മേത്ത്. ഇങ്ങനത്തെ ഉപകാരം ആക്കുകൊണ്ടീര, ഇങ്ങനത്തെ സമാധാനം ആക്കുകൊണ്ടീര. ആൾമാർക്ക് എന്താക്കണം, ശരിയും തെറ്റും നോക്കി നല്ല രൂപത്തിൽ ഉപകാരം. അതായത് മുസ്ലിം ആകണമെങ്കിൽ കൈ കൊണ്ടും നാവ് കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി ഇസ്ലാമിലെ ആചാരം ഇംതിസാലു അവാമിരില്ലാഹി വജിത്നാബു നവാഹി, തഖ്വ അതാണ്. അള്ളാന്റെ കൽപ്പനകളെ അനുസരിക്കലാണ്, അള്ളാഹു വെറുത്തതിനെ ഒഴിവാക്കലുമാണ്. റബ്ബ് താല എന്തെല്ലാം കൽപ്പിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹും അവന്റെ റസൂലിനും എതിര് കാണിച്ച ആളുകളെ പറ്റിയിട്ട് അള്ളാഹു അവന് കാലകാലം നരകം കൊടുക്കുകയാണ്. ഖാലിദം ഫീഹാ വലഹു അദാബും മുഹീൻ. വളരെ മോശമായ അദാബോൻക്കുണ്ട്. അള്ളാഹ്ക്കും റസൂലിനും എതിര് കാണിക്കാൻ പാടില്ല. ഉസ്താദിനെ പേടിക്കുന്നു, ഹാജാറെ പേടിക്കുന്നു, ഔലിയാക്കന്മാരെ പേടിക്കുന്നു, എല്ലാരെയും പേടിക്കുന്നു. അള്ളാനെയും അവന്റെ റസൂലിനെയും പേടി വേണം, ഇഷ്ടവും വേണം, പേടിയും വേണം. എല്ലാം കാണുന്ന അള്ളാഹു, എല്ലാം അറിയുന്ന അള്ളാഹു, ജീവൻ തന്ന അള്ളാഹു, മരണം നൽകുന്ന അള്ളാഹു, മക്കളെ തന്ന അള്ളാഹു, നമുക്കെല്ലാം എല്ലവും തന്ന അള്ളാഹു, ചോദിക്കാതെ നമുക്ക് ഇസ്ലാം തന്ന അള്ളാഹു അല്ലേ. അവനിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ട ആ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, കരുണ ചെയ്യുന്ന റബ്ബ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് ഉപകാരമുള്ളതല്ലാത്ത ഒന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. നമ്മളോട് വേണ്ടാണ് പറഞ്ഞതൊന്നും നമുക്ക് വേണ്ടതും അല്ല അല്ലേ. മുഅ്മിനീങ്ങളെ,
അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യണം. നിസ്കാരം ഒന്നും കളാവാൻ പാടില്ല. സുബഹിയടക്കം കളാകാൻ പാടില്ല. ഏത് ഉറൂസാണെങ്കിലും, അതല്ല പ്രതിഭട്ടനയാണെങ്കിലും, മീലാദാണെങ്കിലും, ഏത് കാര്യപരിപാടിയാണെങ്കിലും നിസ്കാരം കളാകാൻ പാടേ ഉള്ളതല്ല. പിന്നല്ലേ ക്രിക്കറ്റ്, ഫുട്ബോള്, കളി, തമാശ, വേണ്ടാത്തരം റീൽസുകൾ കണ്ടിട്ട് പാതിരാ നേരം വരെ അല്ലെ, ഇന്നത്തെ നെറ്റും കഴിഞ്ഞ് ഇനി നാളത്തെ നെറ്റ് 12 മണിയാകുമ്പം വരും. അതും പകുതി തീർന്നിട്ട്, മുക്കാല് തീർന്നിട്ട് പിറ്റേന്ന് സുബൈ കഴിഞ്ഞിട്ട് ഇതാ ഇണ്ടത്തെ നെറ്റ് 65 ഉറുപ്പ്യ 25 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് വയ്യക്കൊണ്ടിട്ട് കയറ്റിയിട്ട്. അങ്ങനെയല്ല, അങ്ങനെയാവരുത്. ഒരൊറ്റ നിസ്കാരവും കളായി പോകരുത്. ഒരു നിസ്കാരത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും. നിസ്കാരം ചെറുതല്ല. ഉമ്മ പെങ്ങളെ, നിസ്കാരം നിങ്ങൾ അനാവശ്യമായി കളാക്കി കളയുമ്പോ, നിസ്കാരത്തിന് 2ാം നമ്പർ കൊടുക്കുമ്പോ അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. സാബിത്തുൽ ബുന്നാനി തങ്ങൾ വരുന്നില്ലേ, റബ്ബേ മരിച്ചിട്ടും നിസ്കരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഖബറിൽ വെച്ചിട്ട് എനിക്ക് നിസ്കരിക്കണം അല്ലാ. ഞമ്മക്ക ഉസ്താദ് ഇന്ന് 1.5 മിനിറ്റ് ലേറ്റ് തരാവി, 1.5 മിനിറ്റ് ലേറ്റായി ഇത്ര കരകരട്ട്. എങ്ങനെ? അങ്ങനെയാണ്. അതല്ല, നിസ്കാരത്തിൽ നമുക്ക് നല്ല താല്പര്യമുണ്ടാകണം, നിസ്കാരത്തിലെ ആവേശമുണ്ടാകണം. നിസ്കാരം വളരെ മർമ്മമാണ്. നമ്മൾ മുസ്ലിമാണോ? നിസ്കാരം ഒഴിവാക്കതല്ല. രോഗമുണ്ടെങ്കിലും സമാധാനമുണ്ടെങ്കിലും സമാധാനമില്ലെങ്കിലും നമ്മുടെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും എന്ത് വേണം? നിസ്കാരം മുറുകെ പിടിക്കണം. അല്ലാഹുവേ നീ ഖൈർ നൽകണം അല്ലാ. നിസ്കരിക്കാത്തോനെ ഉറുക്കല്ല, ടാങ്കർ എന്നെ കൊടുത്തിട്ട് കെട്ടിയെങ്കിലും പരിഹാരമല്ല, സിയാറത്തല്ല, ഔലിയാക്കാനെ പിടിച്ചിട്ട് വെച്ചെങ്കിലും ഗുണമില്ല. നിസ്കരിക്കാത്ത ആളുകൾ അവൻ എത്ര വലിയ വലിയാണെന്ന് പറഞ്ഞാലും, സൂഫിയാണെന്ന് പറഞ്ഞാലും, മസ്താനാണെന്ന് പറഞ്ഞാലും, എന്ന് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ പാടിന് വിടാം, നമുക്ക് അവരുടെ ചർച്ച വേണ്ട. നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ അള്ളാന്റെ ആള്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ, അള്ളാന്റെ ആളെങ്കിൽ അള്ളാന്റെ അടുത്ത് പോയിട്ട് നിൽക്കണം, ഈടെ നിൽക്കണമെങ്കിൽ നിസ്കരിക്കണം. എങ്ങനെയാണ് നിസ്കാരം? നോമ്പ്, സക്കാത്ത്. നിസ്കാരം നോമ്പല്ല കുഴപ്പമില്ല, സക്കാത്ത് മുറ പോലെ കൊടുക്കുന്നവരില്ല. ഉസ്താദന്മാർക്ക് 1000-2000 കൈമടക്കെങ്ക് അതുകൊണ്ട് തീരൂല സക്കാത്ത്. പാവപ്പെട്ടവന് 50 ഉറുപ്പിന്റെ പുതിയ നോട്ടാക്കിയിട്ട് കൊടുത്തെങ്കിൽ സക്കാത്ത് തീരൂല. പെരുന്നാന്റെ അന്ന് മക്കൾക്ക് കൊടുക്കുന്ന 20 ഉറുപ്പിക കൊണ്ട് സക്കാത്ത് കൂടൂല. ഇതല്ല, കണക്ക് കൂട്ടിയിട്ട് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഒരു ചരിത്രം ഇമാം യാഫി തങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു നിസ്കാരം ഒഴിവാക്കിയവനല്ല, ഒരു നോമ്പ് ഒഴിവാക്കിയവനല്ല. ഖബറിലെത്തുമ്പോ ചൈന കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ട് കത്തിക്കപ്പെടുന്ന രംഗം കണ്ടു. തദ്കീറത്തുൽ ഖുർത്തുബിയിലൊക്കെ ഖുർത്തുബി ഇമാമി സംഭവം വിശദീകരിക്കുന്നുണ്ട്. ആ മനുഷ്യനെ പറ്റി അറിഞ്ഞു നോക്കുമ്പോ യൂസുഫുൽ ഫിദിയാനി, അബൂ സിനാൻ തങ്ങളടക്കമുള്ള മഹാന്മാർ ആ സഹോദരനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരന്റെ എന്ത് ബാഡ് ഹാബിറ്റാണ്? എന്തുകൊണ്ടാണ് ഖബറിൽ ഇങ്ങനെ അല്ലേ മൊബൈൽ നോക്കിക്കൊണ്ട് പോകുന്നായ മതിയോ സാർ? നിപ്പിക്കാം, വേണമെന്ന് നിപ്പിക്കാം, ബേജാറെന്തോ ആക്കണ്ട, നമുക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് നാളെയും വേലുണ്ട്, നിങ്ങൾക്കും നാളെ വേലുണ്ട് കേൾക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി പറയാം. ഇതെന്ന് പറഞ്ഞ് ഹന്ത എത്തിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആ മനുഷ്യനെ ശിക്ഷിക്കപ്പെടാൻ കാരണം ഒരു വക്ത നിസ്കാരങ്ങളായിട്ടില്ല, ഒരു നോമ്പുകളായിട്ടില്ല, പക്ഷേ സക്കാത്ത് കണക്കൂട്ടി കൊടുത്തവനല്ല. ചെറിയ രൂപത്തിൽ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നർക്കിലൊക്കെ കൂടിയവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് എപ്പോഴാന്നൊക്കെ ഉസ്താദോട് മസാല ചോദിക്കുക. ഞാൻ ഇപ്പോ ഫിഖ് ഒന്നും പറയുന്നില്ല. എങ്ങനെ നർക്കിൽ കൂടിയ ആൾക്കാരൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കടം കൊടുത്തവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ലീസിന് പൈസ ഉള്ള ആൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ എപ്പോഴാണെന്ന് ഉസ്താദിനോടൊക്കെ എല്ലാത്തിനും തരപ്പെട്ട ഉസ്താദാണ്. അള്ളാഹു ഉസ്താദിന് റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. ഉസ്താദിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അള്ളാഹു നീ ഖൈർ നൽകണം. അള്ളാഹ് ഹജ്ജ് ഉംറ, ഹജ്ജിന് കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാത്തവൻ, ഹജ്ജിന് പണമുണ്ടായിട്ട് മക്കളെ മങ്ങിലായിൽ പിന്നെ പോകാ, അവിടെയുള്ള ജാഗ വിത്തിട്ട് പോകാ. പരിശുദ്ധ ഹജ്ജിന് കാരണം പറഞ്ഞിട്ട് നീ ഹജ്ജിനെ തൊട്ട് ഒഴിവായാൽ നീ യഹൂദിയോ നസ്രാനിയോ ആയിട്ട് ചത്തുപോകാനിടയുണ്ട്.
കഴിവുള്ളവർ ഹജ്ജിന് പോകണം. മോളെ മങ്ങിലാക്കിയിട്ട് റായത്തിൽ പോകാ. മോളെ മങ്ങിലാക്കുടേക്കും ഒന്നുള്ള അസ്രായിൽ വന്നെങ്കിൽ കബറുക്ക് പോയെങ്കിൽ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വന്ന സക്കാത്തല്ല സദക്ക ബക്കറ്റ് വരുന്നുണ്ട്, ധാരാളം കൊടുക്കുക. സിദ്ധരാമയ്യന്റെ പൈസ വന്നിനാ 2000 രൂപ വന്നിട്ടില്ല? ഇല്ല. നല്ല നിയത്താക്കിട്ട് വേം പറഞ്ഞു ഇടുമ്പോ കാറ് കുത്തിയല്ല ഉസാറായി ഇൻഷാല്ലാ വേം വർക്ക് നല്ല നിയത്താക്കി ഇന്ന് ബാൽദിക്കിടി നാളെ കവർ തരുന്നു. കവർ സിദ്ധരാമയ്യന്റെ 1 പൈസ അല്ലെങ്കിൽ 1ന്റെ പാതി പൈസ അത്ര മതി. അല്ല മതിയല്ല? പെണ്ണുങ്ങൾക്കന്നല്ലേ? ഇല്ലേ പെണ്ണുങ്ങൾക്കില്ലേ? അതന്നെ ഇപ്പൊ ആണുങ്ങളോട് ചെയ്തിട്ടില്ല. സിദ്ധരാമന്റെ പൈസ കൂടെ ആണുങ്ങൾക്കാ വരുന്നത്. സിദ്ധരാമയ്യന്റെ പൈസ വരുന്ന പെണ്ണുങ്ങൾക്ക് തന്നെ, ആണുങ്ങൾക്കല്ല. പിന്നെ ഊർത്തോറി അങ്ങനെ ഉസുലാക്കുന്ന വല്ല ഗ്യാസ് എടുത്തൊന്ന് കൊടു, പിന്നെ തണ്ട എന്നിട്ട് കറണ്ട് ബില്ല് ഇപ്പൊ കെട്ട് തണ്ട നിൽക്കുന്നു. തണ്ട മണ്ട എന്തില്ല കൊടുക്കണ്ടവാ, കൊടുക്കണ്ട, എല്ലാം വെച്ചോളി. ഇങ്ങനെ സദക്ക കൊടുത്തോളി, പാവങ്ങൾക്കെല്ലാം കൊടുത്തോളി. നിങ്ങൾ ജോലിയാക്കി അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. ജോലി എല്ലാവരും ജോലിയാക്കണം. ഞങ്ങൾക്കോടൊക്കെ ആൾക്ക ബീച്ചിലൊക്കെ പോയിറങ്ങുന്നില്ല. ഒരു പെണ്ണിക്ക് ചെന്നേ അയാളായിട്ടിക്കല്ല, അയാൾ പറയല്ലേ, ഞാൻ മെല്ലെ പാഞ്ഞായിരുന്നു. പിന്നെ എന്താക്കുന്നത്? അയാളായിട്ടിക്കല്ല. എങ്ങനെ ഇങ്ങനത്തെ പരിസ്ഥിതി എന്താക്കുന്നത്? മാത്രമായിട്ട് മുണ്ടാസും കെട്ടിട്ട് സാളെല്ലാം ഇട്ടിട്ടേ പോയില്ല, വേറെ അങ്ങനെ പോയിട്ടില്ല. ആ നിസ്കാരം കളാക്കിയിട്ടും പോയിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പോണം, നമുക്ക് വലിയ ഭാര്യയും മക്കളൊക്കെ പോണം. എല്ലാവരും പോണം, ഉസ്താദുമാരും പോണം, എല്ലാവരും അല്ലേ, മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഏതൊരു പണിനാട്ടി കഷ്ടത്തിന്റെ പണി ഇങ്ങനെ നിങ്ങളെ സ്വർത്തക്ക് നിന്റെ ധനിനെ മാത്രം നോക്കി മതി. ജമാഅത്തിൽ നിൽക്കുന്ന ഉസ്താദിന് 300 അകം ഉണ്ടെങ്കിൽ 3000 ധനിമാർ 3000 എല്ലാവർക്കും വേണ്ടിയ പോലെ മുണ്ടണോ, എല്ലാവർക്കും വേണ്ടിയ പോലെ ചിരിക്കണോ, എല്ലാ അള്ളാഹു അലം. ഉസ്താദുമാർക്ക് എന്താ അള്ളാഹിന്റെ സഹായത്തിന് ഇങ്ങനെ പോന്നല്ലാതെ ഇല്ലെങ്കിൽ ബൽച്ചെറിഞ്ഞിട്ട് മുസുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ. ഒരു ഉസ്താദിനെ ഞാൻ ഒരാൾ ചൊല്ലി, അയാളോട് വന്നിട്ട് ഉസ്താദ് കുറച്ച് മുന്നേ, ഇത് മാത്രം ഒരു 10-25 വർഷം മുന്നല എന്തോ ജോറാക്കിയല്ല കമ്മിറ്റിന്റെ ആൾ. ഉസ്താദ് ബെത്തെടുത്തിട്ട് ഓടുവാട്ടി സീത പോയിട്. അയാൾ ഓടുവാട്ടി ഉസ്താദ് നെക്സ്റ്റ് ബസ് കയറ്റി ഉസ്താദും പോയിട്ട് എന്റെ പയ്യെന്ന്. ഇങ്ങനെ സബൂർ, എല്ലാത്തിലും സബൂർ വേണം. ഉസ്താദുമാർക്കും കുറച്ച് ഫ്രീഡം കൊടുക്കണം, നമ്മളെ പണിക്കാർക്കും ഫ്രീ കൊടുക്കണം, നമ്മളെ പെഞ്ഞായിമാർക്കും കുറച്ചൊരു റെസ്റ്റ് അല്ലേ കൊടുക്കണ്ടേ. ഇപ്പൊ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജ് പെരുന്നാളെല്ലാം പെരുന്നാൾ ആരെങ്കിലും ഉണ്ടാ ഒരു നാളത്തെ ഫുഡ് പെഞ്ഞായിക്ക് ഫുള്ള് റെസ്റ്റ്, വൈഫിന് ഫുള്ള് ഉണ്ടാ ആരെങ്കിലും കൊടുത്തന. നോമ്പിന്റെ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇൻഡോർ നാളിൽ ഫുഡ് ആക്കണ്ട ഇവിടെ ഒന്നാ പാർസല്ല നാനാക്കണ ആരെങ്കിലും ആക്കിന ഇവിടെ ബാമ്പില്ല അല്ലേ, ബാമ്പില്ല ഞാൻ നിരിച്ചു ബോംബില്ല പിന്നെ പട്ടാക്കിയിട്ടുണ്ടാവും ഇവിടെ. ആരും കൊടുത്തന ഇല്ല. ഇനി ഹജ്ജ് പെരുന്നാളെല്ലാം പേരുന്നു ഒരു നാൾ റെസ്റ്റ് കൊടുക്കാൻ റെഡി ഉണ്ട് പെഞ്ഞായിമാർക്ക് ആരെങ്കിലും ഇല്ല. സുബ്ഹാനല്ലാഹ്. അല്ല അതൊരു സ്നേഹമാണ്, പെങ്കൂസായിട്ടൊന്നല്ല, ഒരു പിരിസം. ഉമ്മാടും ചെല്ല, ഭാര്യയോടും ചെല്ല, പെങ്ങളോടും ചെല്ല. ഇന്നാര് ഫുഡാക്കണ്ട, ഇന്ന് ഓർഡർ ആക്കിയിട്ട് എല്ലാവരും ദിക്ർ ചൊല്ലി നിസ്കരിക്ക് ഓതിയൊക്കെ ആവുമ്പോ ചോറ് വരും. അങ്ങനെ ആക്കിക്കൂടെ അല്ലേ? നമ്മ പുതിയ അപ്പളൊക്കെ വിരുന്നാക്കുന്നില്ലേ, പുതിയ പെണ്ണിനെ ആക്കുന്നില്ലേ, നമ്മളെ പുതിയ പെണ്ണല്ലേ അല്ലേ? അള്ളാഹു ഞമ്മക്ക് തന്നത് ഞമ്മ വിചാരിക്കുന്ന മാത്രം അങ്ങനത്തെ സമമുണ്ട് ഇങ്ങനത്തെ സമമുണ്ട് എല്ലാങ്ങും സമമില്ല, ഞങ്ങളത് മാത്രം അങ്ങനെ നിരിച്ചോളി. പിന്നെന്താക്കുന്നു അല്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താ ഈ പെണ്ണുങ്ങളെ നല്ല കവറിൽ ഓണ്ടെ അല്ലെ നിങ്ങളെ കെട്ടിയോണ്ടെ ബുദ്ധി സമാവും, ഫസ്റ്റ് ഓണ്ടെ അർസ കൊറടിയാവും എല്ലാം നിയത്താക്കി നാളെ തങ്ങ ഉസ്താദുമാരിലെ വരുന്ന ദ്വാരക്കും പിന്നെ നല്ല പൈസ കമ്മിറ്റിക്കാരും നിങ്ങൾക്ക് ദ്വാരക്കും അല്ലേ അല്ലെ. കുറച്ചെന്തെങ്കിലും ആയെങ്കിൽ കമ്മിറ്റിക്കാർക്കും കോസിയാവും, എല്ലാവർക്കും കോസിയാവും. അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. നല്ലോണം കൊടുക്കണം. ചില ആൾക്കെല്ലാം അങ്ങനെ ഉണ്ട്, കൊടുക്കുന്നേരത്തൊക്കെ എത്തുമ്പോൾ കൈ വിറക്കുന്നു. 40 ഏക്കറുള്ള ജാഗയുള്ള ആചാർ 100 രൂപ കൊടുത്തോണ്ടായി ജാഗല്ലോതിയായിട്ട് മരിച്ചിട്ട് അബ്ബടെ ആണ്ടാക്കുമ്പോ മോണ് കൈമടക്കി, മോണ് ഉസ്താദുമാർക്ക് മോണ് കൈമടക്കിയിട്ട് മോന്റെ ഡയലോഗ്, ഉസ്താദ് യാര തറാണ്ടെന്തില്ല ഇപ്പല്ലവാ ഇത് 10-15 വർഷം മുന്നോളൂ, യാര തറാണ്ടല്ല 40 ഏക്കറിന്ന് അബ്ബമേ 100 രൂപ കൊടുത്തു. ഇന്ന് ഞങ്ങ യാര കൊടുത്തേക്ക് മരിച്ച അബ്ബക്ക് പുറത്താവല്ലേ. അയാള് കബറിൽ കിടന്നിട്ട് പഠിച്ചോണ്ടുണ്ട്, കൊടുക്കോറ് മക്കളെ കൊടുക്കോറ്, നാ 100 കൊടുത്ത സാപ്പ അല്ല 2 ഉസ്താദ് വെച്ച് വരും ഇണ്ടു നക്ക് തീന്നിട്ടില്ല. കൂടെ മക്കളെ ഡയലോഗ് ചില ആൾക്ക് അങ്ങനെ ഉണ്ട്. ആർക്ക് എന്ത് കൊടുത്തെങ്കിലും ബേജാറാന്നില്ല. ഉസ്താദുമാർക്ക് കൊടുക്കുന്ന കൈ ബിറക്കുന്ന ചില ആൾക്കാർ. ഓരോരുത്തർ 500 4 വട്ട 300 തൊട്ടിട്ട് അക്കൗണ്ട് ഇങ്ങനെ 2 വിട്ട് 10 തപ്പിട്ട് പോയിട്ടില്ലല്ലേ. ബലിച്ചു കൊടുക്കൂ ആ ഉസ്താദന്മാർക്കും പാവങ്ങൾക്കും മിസ്കീന്മാർക്കും എല്ലാവർക്കും ബലിച്ചു കൊടുക്കും. അള്ളാഹു നിങ്ങൾക്ക് കോരിവാരി തരുന്നാണ്. അങ്ങനെയാണ് അതിന്റെ ശിഷ്ടം.
നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് തരാൻ റബ്ബുണ്ട്. നിങ്ങൾ ഇങ്ങനെ നാള് വട്ടമർത്തുമ്പോ നിങ്ങൾക്കും അതേപോലെ കിട്ടിയതിൽ അല്ലെ ഹോസ്പിറ്റലില് മറ്റും അവിടെയും ഇവിടെയൊക്കെ ചെലവാക്കാൻ. അങ്ങനെയല്ല, പാവങ്ങൾക്ക്, യതീമക്കൾക്ക്, എഡ്യൂക്കേഷന്, മക്കളെ ഫീസിന്, ബാഗിന്, ബുക്സിന്, പാവപ്പെട്ടവർക്ക് വീട്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു നിങ്ങളുടെ തലയിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതെല്ലാം വളരെ മനോഹരമായി സദഖകൾ ചെയ്ത് സ്വർഗം വാങ്ങാൻ കഴിയണം. അല്ലാഹുവേ ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി തരണമല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുമുഅ്മിനീങ്ങളെ, മറ്റൊന്ന് നമ്മുടെ ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്. ഹറാമായ ഒന്നിലേക്കും മുസ്ലിമായ നമ്മൾ അടുക്കാൻ പാടില്ല. ഹറാമുകളേതും ചെയ്തു പോകാൻ പാടില്ല. ഒരു ഇമാം അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു പെണ്ണിന്റെ കാലിന്റെ വസ്ത്രത്തിൽ വസ്ത്രം പാറി കാലിന്റെ ഭാഗമൊന്ന് കണ്ടു. കണ്ട കണ്ണിനെ സ്വന്തം കൈകൊണ്ട് അടിച്ച് കണ്ണിന് കാഴ്ചയില്ലാത്ത പോലെയായി. ഫോട്ടോ ഉണ്ടെങ്കിൽ സൂമാക്കി നോക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, പിന്നെയും പെണ്ണിന്റെ മുഖത്തെ കാപത്തിച്ചു നോക്കുന്നവരെ, ഇതാണ് മുസ്ലിമായ ആ സ്വാലിഹായ മനുഷ്യരില്ലേ? ആ സ്വാലിഹായ മനുഷ്യന് ഒരു പെണ്ണിന്റെ കാലിന്റെ താഴ്ഭാഗം കണ്ടപ്പോ കണ്ണിലെ കടിച്ചടിച്ച് കണ്ണിന്റെ കാഴ്ച പോകുമാറ് എനിക്കങ്ങനെയുള്ള കണ്ണ് വേണ്ട. അങ്ങനെയാണ്. തെറ്റുകളിലേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ കല്യാണ ആർഭാടങ്ങൾ എവിടെ പോയി? കല്യാണത്തിന്റെ ദൂർത്ത് എങ്ങനെയായി പോയി? കടമാക്കി, ലോണാക്കി, വീടുകളിൽ നിന്ന് യാചിച്ചു വാങ്ങിയവർക്കടക്കം 5 ദിവസം 6 ദിവസവും മങ്ങില അല്ലേ? കളർ മങ്ങില. സേവ് ദി ഡേറ്റിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന കടപ്പുറത്തും കെഫകളിലൊക്കെ ഒരുമിച്ചുകൂടി തിന്മയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കുടുംബമേ, ഒരു കാലത്തും നിങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളുണ്ടാകാൻ പോകുന്നില്ല. ഉമ്മാക്കും ഉപ്പാക്കും ഉപകാരപ്പെടാൻ പോകുന്ന മക്കളുണ്ടാകാൻ പോകുന്നില്ല. കല്യാണ വിഷയങ്ങളിൽ എവിടെയും അല്ലാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. പാതിരാ നേരത്ത് താളം എന്ന പേരിൽ ചെറുപ്പക്കാര് പോയി ആക്രമിക്കുന്ന അക്രമ സ്വഭാവമുള്ള പാതിരാ നേരത്തുമുള്ള താളപരിപാടിയും മൊയിലാഞ്ചും അതിന്റെ അപ്പുറവും പല പേരുകളിലായി സംഗീത നൈറ്റിന്റെയും അറബിക് നൈറ്റിന്റെയും പേരിൽ ഈ സമുദായം കാട്ടിക്കൂട്ടുന്ന ആർഭാടങ്ങൾ, അനിസ്ലാമിക പ്രവർത്തികൾ, ഇതുകൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവൂല. ഉണ്ടായ മക്കൾ ഉമ്മാക്കും ഉപ്പാക്കും ഗുണം പിടിക്കുന്ന മക്കളാവൂല. എഴുതി വെച്ചോ, സുന്നത്തായ നിക്കാഹ്, സുന്നത്തായ മംഗലം, അതിനെ എത്തൊക്കെ മോശപ്പെടുത്തിയ ഹറാമുകളെ കൊണ്ട്, തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നിറച്ച് ഈ സമുദായത്തിലെ യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ കഴിയാത്ത പോലെ. ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് മംഗല ക്യാൻസൽ. എന്താ മംഗല ക്യാൻസലേ? ഓന് വിവോന്റെ ഫോൺ കൊടുത്തില്ല, പിന്നെ ശരിയാവോ? വിവോന്റെ ഫോൺ വേണ്ട, ഐഫോൺ തറവ് ബാറ്ററി ഇല്ലാത്ത അങ്ങനത്തെ വേണ്ട. ഈ ഒരവസ്ഥയിലേക്ക് അല്ലെ വരദക്ഷിണ പിടുകെല്ലും പോയിനി. മിഞ്ഞാന്നൊരു ഉപ്പ പറഞ്ഞു, ഉസ്താദ് മോള് ബുഡ്ല ഉസ്താദ് 20 പൗണ് ബംഗാറിട്ടില്ലെങ്കിൽ ആ ബുഡല. സുബ്ഹാന ജല്ല ജലാലു. എല്ലാരും തീർമാനിക്കും 5 പൗണ്ടാട്ടി 6 ഇപ്പൊ പിന്നെ അത് ഡിമാൻഡ് ഉണ്ടാന്ന് കേൾക്കുമ്പോ ഫസ്റ്റ് ഡിമാൻഡ് ഇല്ല. എല്ലായിട്ട് എൻഗേജ്മെന്റ് എല്ലായിട്ട് ചോറെല്ലാം തിണ്ടിട്ട് മെല്ലെ പെണ്ണ് ഡബ്ബളെ വിളിക്കറേ നാലാള് ഇതുണ്ടല്ലേ. ഞങ്ങ പിന്നെ ഇത് ഡിമാൻഡ് അല്ല. അവള് മൂത്തോണെങ്കിൽ 25 ഒർത്തക്ക്, പിന്നെ ഒർത്തക്ക് 40. അപ്പൊ നിങ്ങ എന്തായാലും ഒരു അതിര ഇടയിലാക്കിട്ട് ഇടറു. അത്ര ആക്കിട്ട് അങ്ങനെ 25ന്റെ 40ന്റെ ഇടയിൽ 2 കിഡ്നി വിൽക്കണോ? ഇപ്പൊ 25ന് 40ന്റെ ഇടയിൽ ഇടണമെങ്കിൽ അല്ലേ? സുബ്ഹാന ജല്ല എന്നും യാറാന്ന് ചെന്നു 1 ലക്ഷം ഉറുപ്പ ഒരു ഫോൺ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒരാൾ പറഞ്ഞത്. അവനും ചാൻസ് ഉണ്ട്, ആവാതിരിക്കാനുണ്ട്. ആയില്ലെങ്കിൽ നാളെ എന്നെ പറയണ്ട. ബംഗാർ ഉസ്താദ് ചെന്നൊരു 1 ലക്ഷം അവിടെ ചെന്നിട്ട് അയാളെ വിസ കേട്ടിട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ ആളാക്കായി എന്റെ വിസ എടുത്ത് നിങ്ങൾ ബംഗാർ അടക്കാനൊന്നും പോണ്ട. വേണമെങ്കിൽ എടുത്തവര് അല്ലേ 5 പോണു മയ്യോ. പിന്നെ 1 ഗ്രാമിന്റെ ഓർക്കെല്ലാം കച്ചവടാവണ്ടേ? ഇടി കുറച്ചതല്ല മിക്സ് ആക്കിയിട്ട് പിന്നെ എന്താക്കുന്നു? അത്ര ബംഗാർ ചൊന്നിട്ടിടണ്ടാന്ന് മാത്രം. ഏതുവാകട്ടെ, അങ്ങനെ ആവരുത്. കല്യാണ ആർഭാടങ്ങളാവരുത്. മനോഹരമായ സുന്നത്തായ രൂപത്തില് അല്ലെ നിക്കാക്ക് തങ്ങ വേണം. തങ്ങ വലിയ തങ്ങ വേണം. നിക്കാൽ ദ്വാരക്കാനെല്ലാം വലിയ തങ്ങ, വലിയ ഉസ്താദാവണോ? അതൊന്നും തൊന്തരല്ല. വലിയ എത്ര നല്ല പേര് കിട്ടൂ വേറെ എന്തില്ലെങ്കിലും അല്ലേ? വലിയ വന്ന ദൂരത്ത് വന്ന ഉസ്താദിന് 4 കവർ ഇട്ടു.
റായത്തെ ഉസ്താദ് ബായ് വന്നിട്ട് ബാക്കി പാപ്പ അല്ലേ? നമ്മളെ ജമാഅത്തിനങ്ങ് കൊടുക്കേണ്ടി നമ്മളെ ഉസ്താദിന് അങ്ങനെ. ഇപ്പലെ ലീഡർമാരെല്ലാം ഇരിക്കുന്നു കുറെ. കേരളത്തിൽ വന്ന തങ്ങന്മാർ ഉസ്താദുമാർ എല്ലാം ഗാഡിയിൽ കൊണ്ടുവന്നതും വരുന്നതും ഇരിക്കുന്നതും ചോറും മീനും ഇറച്ചു ആട്ര തല കോയിന്റെ തല മത്തിന്റെ എല്ലാ തലയും ഉണ്ട് അവിടെ. ബുദ്ധിയിൽ മാത്രം എന്തില്ല ആ മീനിന്റെ നീള ഉദ്ദത്തിന്റെ മുള്ളു മാത്രം. ഇവിടെ എല്ലാം നല്ല നല്ല ഫുഡായിട്ടിരിക്കും. അല്ലാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. ചിലയിടത്ത് ബുദ്ധിയിലല്ല ഓക്സിജൻ കാലി എന്തില്ല. ഉസ്താദ് ദമ്മ് കെട്ടണ്ടാന്ന് കാല് കാറ്റ് അല്ലെ. ഈ കൊറോണന്റെ ടൈമിലല്ല ഓക്സിജൻക്ക് ഭാരി ഡിമാൻഡ് ഉണ്ടായി ഉസ്താദന്മാർക്ക്.